വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദളപതി 69 അതായത് വിജയ് അവസാനമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇപ്പോൾ കാണാം. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ ചില കാര്യങ്ങൾ പറയാം. ഈ സിനിമ KVN പ്രൊഡക്ഷൻസ് ആണ് എടുക്കുന്നത്. അതേപോലെ ഈ സിനിമയുടെ ഡയറക്ടർ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് തുടങ്ങിയവ ചെയ്യുന്നത് H വിനോദാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് അനിരുദ്ധാണ്. പിന്നെ വിജയോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവർ പൂജ ഹെഗ്ഡെ, സാമന്ത, മലയാളത്തിൻ്റെ നമ്മുടെ അഭിമാന താരം മമിത ബൈജു, ഇവരൊക്കെ അതിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ വിവരങ്ങൾ ഇനി അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ആരൊക്കെയാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത്, എന്താണ് ഈ സിനിമയുടെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അവർ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അവർ വളരെയധികം ബുദ്ധിപൂർവ്വം, അതായത് ബിസിനസ് പരമായി ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ വിജയ് അവസാനമായിട്ട് അഭിനയിക്കാൻ പോകുന്നതാണ് എന്നൊരു പ്രത്യേകത ഇതിനുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ പ്രേക്ഷകർക്കും തന്നെ വിജയുടെ അവസാനത്തെ സിനിമ എന്ന നിലയിൽ അതിൻ്റേതായ വിഷമവും വേദനയും അതേപോലെ പ്രതീക്ഷയുമുണ്ട്. ഈ സിനിമ നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾ, ആ വിഷമങ്ങളെയൊക്കെയാണ് അവർ വീഡിയോ ആക്കി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്തായാലും നല്ല രീതിയിൽ ഒരു പ്രതികരണം ലഭിക്കും, നന്നായിട്ട് ഈ സിനിമ ഓടുമെന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ദളപതി 69ൻ്റെ പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിൽ ആ 69 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു ഇൻവെർട്ടഡ് കോമേനെ പോലെയാണല്ലോ 6നെയും 9നെയും അവർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ അതായത് ഒരു കോമയിൽ തുടങ്ങിയിട്ട് മറ്റേ കോമയിൽ അവസാനിക്കുന്നു എന്നൊരർത്ഥം. അതായത് അദ്ദേഹം വിജയ് ഒരു സിനിമയിൽ തുടങ്ങി 69ാമത്തെ ആ ഒരു അവസ്ഥയിൽ സിനിമയിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് അവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പോലും അവർ അങ്ങനെ ഒരു പ്ലാനിങ്ങോടെയാണ് ആ 69 എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ചിന്തിച്ചാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ നന്നായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, വിജയ് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അത് ഞാൻ പ്രൂഫ് അടക്കം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. എന്തായാലും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. KVN പ്രൊഡക്ഷൻസ് ആണ്. തിയേറ്ററുകളൊക്കെ ആളൊഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണെന്നാണ് കാണിക്കുന്നത്. വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഹൗസ്ഫുൾ ആണെന്നും ഇവിടെ കാണിച്ചിരിക്കുന്നു. അങ്ങേര് സ്വയം ഉണ്ടാക്കിയ സാമ്രാജ്യം. ആ നെഞ്ചിൽ കുടിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ആ സാമ്രാജ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിജയ് എന്ന ആ 3 എഴുത്ത്. വൺ ലാസ്റ്റ് ടൈം എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അവർ ആ സ്ക്രീനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അവസാനത്തെ സിനിമ എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അവസാനത്തെ സിനിമയാണോ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം സൂചിപ്പിക്കാം. ഫ്രണ്ട്സ് സലൂൺ, ஃப்ரெண்ட்ஸ் ன்னு பேருள்ள பார்பர் ஷாப். இந்த கடைக்கு வந்து ஃப்ரெண்ட்ஸ் சலூன் பேரே வச்சு தளபதி ஃபேன் நிறைய பேர் வருவாங்க. அவரோட ஒவ்வொரு படம், அவரோட ஒவ்வொரு படம் ஹேர் ஸ்டைலு அதை பார்த்து தான் வந்து நம்ம காலேஜ் பசங்களுக்கு அது மாதிரி ஹேர் கட் பண்ணுறோம். ഇപ്പം അങ്ങേര് പറഞ്ഞത് ഞാൻ ഫ്രണ്ട്സ് സലൂണിന് കടയ്ക്ക് പേര് വയ്ക്കാൻ കാരണം അങ്ങേര് ഒരു ആരാധകനാണ്, ഇദ്ദേഹത്തിൻ്റെ മുടിഞ്ഞ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് സലൂണിന് ആ സിനിമയുടെ പേര് വെച്ചു. അതിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട്, ബിസിനസ്സാണ്. കാരണം അവിടെ മുഴുവനും വിജയുടെ ആരാധകർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണല്ലോ തമിഴ്നാട്. തമിഴ്നാട് മാത്രമല്ല
ലോകം മുഴുവൻ വിജയ്ക്ക് ആരാധകരുണ്ട്. നമ്മുടെ കേരളത്തിലും ഒട്ടനേകം ആരാധകരുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആരാധകർ തന്നെ കൂട്ടമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ബാർബർ ഷോപ്പിന് പേര് വയ്ക്കുമ്പോൾ പുതിയ സിനിമ വിജയുടെ ഇറങ്ങുമ്പോഴൊക്കെ ബാർബർ ഷോപ്പിലേക്ക് ആ ഒരു ഹെയർ സ്റ്റൈലിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. അപ്പോൾ ഇദ്ദേഹം ബിസിനസ് പരമായി ചിന്തിച്ചിട്ടും ഒപ്പം വിജയുടെ മുകളിലുള്ള ആ റെസ്പെക്റ്റ് വെച്ചുകൊണ്ടുമാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. பிரியமுடன் படம் ரிலீஸ் ஆன அன்றைக்கி தான் பிறந்தான். அதனால் பிரியமுடன் விஜய்னு அவனுக்கு பேரே வச்சுட்டோம். தளபதியை காட்டி தான் என்னை வளர்த்துது. அதனால் எல்லோரும் பிரியமுடன் விஜய்னு தான் கூப்பிடுவாங்க. ஏரியாவில் எல்லோரும் பிரியமுடன் விஜய்னு சொன்னால் தான் எனக்கு தெரியும். എന്ത് അന്തമില്ലാത്തൊരു പ്രവൃത്തിയാണ് ആ ചേട്ടൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ കുറേ തമിഴ്നാട്ടിൽ അന്തമില്ലാത്ത ആരാധകരുമുണ്ട്. വിജയുടെ പേര് കേടുവരുത്താൻ വേണ്ടിയിട്ടുള്ള സ്വഭാവമുള്ള ആരാധകർ. മുടിഞ്ഞ ആരാധനയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ തൻ്റെ മകന് പേര് വയ്ക്കുമ്പോൾ പ്രിയമുടൻ വിജയ് എന്നൊരു സിനിമ ഇറങ്ങിയതുകൊണ്ട് മകന് പ്രിയമുടൻ വിജയ് എന്ന് തന്നെ പേര് വെച്ചിരിക്കുകയാണ്. എന്ത് ഒരു തോന്നിവാസമാണത്. ഒരു കുട്ടിക്ക് പേര് വയ്ക്കുന്ന സമയത്ത് അത് ആദ്യം മുതൽ അവസാനം വരെയും ആ കുട്ടിയുടെ അവസാനം വരെയും വിളിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് തന്നെ ചുറ്റുപാടിൽ ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോൾ അറിയാം, നമ്മളൊക്കെ കളിയാക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലരൊക്കെ വല്ലാതെ കളിയാക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും ആ കുട്ടിക്ക്. അപ്പോൾ പ്രിയമുടൻ വിജയ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹത്തോടെ വിജയ് എന്നാണ്. അപ്പോൾ മറ്റുള്ളവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കും, സ്നേഹത്തോടെ വിജയ് എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ. അതേപോലെ വിജയുടെ അല്ലാത്ത ഫാൻസുകളുണ്ടല്ലോ മറ്റ് നടന്മാരുടെ, അവരൊക്കെ കളിയാക്കാനുള്ള സാധ്യതയില്ല. അതേപോലെ വലുതാവുമ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് വിജയുടെ മേലെയുള്ള ഒരു ആരാധന കൊണ്ട് എന്ത് ചെയ്യാം? വിജയ് എന്ന് പേര് വെക്കാം, അല്ലെങ്കിൽ ജോസഫ് വിജയ് എന്ന് പേര് വയ്ക്കാം. ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് വിജയുടെ മുഴുവൻ പേര്. അപ്പോൾ അങ്ങനെ പേര് വെച്ചാൽ വിജയുടെ മേലെയുള്ള ആരാധനയോടെ വെക്കുന്ന പേരും ആകും. ആ പേര് വെക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രശസ്തൻ്റെ പേരായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ കുട്ടിയെ മറ്റുള്ളവർ കാണുകയും ചെയ്യും. ആ ഒരു പ്രശസ്തൻ്റെ പേരെന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അത് നല്ല കാര്യമാണ്. ഇത് പ്രിയമുടൻ വിജയ് എന്ന് വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഗോട്ട് എന്നൊരു സിനിമ ഇറങ്ങിയല്ലോ ലാസ്റ്റായിട്ട്. ആ കുട്ടി ഭാഗ്യത്തിന് ഗോട്ട് ഇറങ്ങിയപ്പോൾ ജനിക്കാത്തത് നല്ല കാലം, അല്ലെങ്കിൽ അദ്ദേഹം ആ കുട്ടിക്ക് ഗോട്ട് എന്ന് പേര് വെച്ചേനെ. முதல் முறையாக ஒரு 100 வெல்டர் வச்சு வேலை செஞ்சது அந்த படம். 24 தொழிலாளியும் வேலை செய்கிறாங்க. 50 வெல்டருக்கு சினிமாவுக்கு வர காரணமே வந்து விஜய் சார் தான். கிட்டத்தட்ட ஒரு 1000-2000 குடும்பம் வந்து விஜய் சார் மூலயமா போயிட்டு இருக்கு. குறைஞ்சபட்சம் 500-1000 பேர் வேலை செஞ்சு தான் இருக்காங்க. 69 படத்தோட நிறுத்துறாரு அப்படின்னு ஒன்னே എല്ലാവർക്കും கொஞ்சம் സങ്കടം இருக்குது. അദ്ദേഹം പറയുന്നത് ശരിയാണ് കേട്ടോ. കാരണം വിജയ് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയം മുതൽ ഒരുപാട് തൊഴിലാളികൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് 1000-2000 തൊഴിലാളികൾ, മിനിമം 500-1000 തൊഴിലാളികളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സിനിമ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ആരാധനയും സ്നേഹവും മാത്രമല്ല, കുറേ പേർക്ക് തൊഴിലും നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വിജയ് സിനിമ അഭിനയം നിർത്തുമെന്ന് പറയുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എന്താ ചെയ്യാൻ പറ്റുക? പക്ഷേ വിജയ് പോകുന്ന കാര്യം, അതായത് രാഷ്ട്രീയത്തിലേക്കാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതൊരു നല്ല വിഷയമാണെങ്കിലും സിനിമ ലോകത്ത് അദ്ദേഹം വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ബ്രഹ്മാണ്ഡ സിനിമകളാണ് കൂടുതലും എടുക്കുക, നല്ല ചിലവ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആർട്ട് വർക്ക് അങ്ങനെയുള്ളതിലൊക്കെ കുറേ പേർക്ക് തൊഴിൽ ലഭിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ആ വെൽഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിൽ കുറേ പേർക്ക് നഷ്ടപ്പെടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി വിജയ് അല്ലെങ്കിലും വേറൊരു നട ആ ഭാഗത്ത് വരുമായിരിക്കും, പക്ഷേ എന്നാലും വിജയുടേതായ സിനിമകൾ ഇറങ്ങില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് അവർ വേദനയോടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അണ്ണൻ തളപതി 69 ശേഷം പടം ചെയ്യുന്നില്ല എന്ന് കേട്ടതോ കേരളത്തിലുള്ള ഫാൻസാണ് സങ്കടത്തിലാണ്. വിജയണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റാർ മാത്രമല്ല, വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. தளபதி படத்துக்கு கூட்டிகிட்டு போகணுன்னு என் வீட்டிலேருந்து பிள்ளைய கேட்டால் நான் என்ன பதில் நான் சொல்கிறது? எங்கள் படங்கள் ஸ்டாப் பண்ணிட்டா எங்கள் லைஃப்பில் ஒரு பெரிய ஒரு பார்ட் போகிற மாதிரி.
അപ്പോൾ കേരളത്തിലെ ഫാൻസ് തൊണ്ടയടറിക്കൊണ്ടാണ് അവരുടെ വിഷമം പറയുന്നത്. ഞങ്ങൾ വിജയിനെ ഒരു നടൻ മാത്രമായിട്ടല്ല ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അത് ഇവിടെ മാത്രമല്ല, തമിഴ്നാട് മൊത്തം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതും വരും ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ട്. അണ്ണൻ തളപതി 69 ശേഷവും പടം ചെയ്യണം എന്നുള്ളത് അത് എല്ലാവരുടെയും പ്രതീക്ഷയാണ്. ரொம்பவே கஷ்டமாவே இருக்குது மனசு. இந்த கல்ச்சரே அவ்வளோதான், இதோட முடிஞ்சிச்சு, வேறு எதுவுமே சொல்கிறதில்ல. ஒரு ரசிகையாவும் ஒரு தங்கச்சியாவும் சொல்கிறேன் நான். ഇപ്പോൾ തമിഴ്നാട്ടിലെ ലേഡീസിൽ ഒരു ഭൂരിഭാഗം പ്രേക്ഷകരും തന്നെ വിജയിനെ സ്വന്തം ചേട്ടനായിട്ടോ അല്ലെങ്കിൽ അനിയനായിട്ടോ ആണ് ആരാധകൻ എന്ന നിലയിലല്ലാതെ കാണുന്നത് എന്നാണ് പറയുന്നത്. അത് തന്നെയാണല്ലോ നേരത്തെ കേരളത്തിലെ ഫാൻസും പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രചാരം നേടി അത്രയും അധികം ഉയരങ്ങളിലെത്തിയ ഒരു വ്യക്തിയാണ് വിജയ്. അദ്ദേഹം പെട്ടെന്ന് സിനിമ നിർത്തുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമം തന്നെയാണ്. கொரோனா பீரியடில் வந்து தேட்டரே மூடலாங்கும் போது இவர் ஒருத்தர் தான் ஃபைட் பண்ணி இந்த மாதிரி தேட்டருக்கு தான் கொண்டு வருவேன், என் படத்தை என்னை நம்பி ரசிகர்கள் இருக்கிறாங்க, ஊழியர்கள் இருக்காங்க, தேட்டருக்காரங்க இருக்கிறாங்கன்னு சொல்லி ரொம்ப ஃபைட் பண்ணார். ப்ரொடியூசர் எல்லாருமே கம்பல் பண்ணாங்க, இந்த மாதிரி முடியல எனக்கா பொறுமையாக இருன்னு சொல்லி. அவர் கொண்டு வந்ததுனால தான் நாங்கள் தேட்டர் ഇപ്പോൾ നടത്തിയിട്ട് ഇരിക്കുക. നാങ്ങളെല്ലാം അപ്പമേ ക്ലോസ് பண்ணிட்டு വേറെ ഒരു കുളക്കെ തേടി പോയിരിப்போம். കൊറോണയുടെ സമയത്ത് ഞങ്ങളൊക്കെ തിയേറ്റർ പൂട്ടാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മാസ്റ്റർ എന്ന സിനിമ ഇറക്കാൻ വിജയ് വളരെയധികം അതിനായിട്ട് പ്രയത്നിച്ചു. അദ്ദേഹം അങ്ങനെ പ്രയത്നിച്ചത് കൊണ്ടാണ് ആ സിനിമ അപ്പോൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് നല്ല ഹിറ്റായ സിനിമയാണല്ലോ. അപ്പോൾ ജനം വീണ്ടും തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴിൽ വീണ്ടും തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്ററൊക്കെ പൂട്ടിയിട്ട് വേറെ തൊഴിലിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം വിജയിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. முதல் ஷோவில் நான் மட்டும் இல்லை, என் பையன், என் மனைவி, என் பொண்ணு, என் மருமகன், என் பேத்தி, இன்னும் பிறக்க போகிற அடுத்த பேர குழந்தை மாசமாக குழந்தையோட வந்து நாங்கள் படம் பார்த்தா அவரை வாழ்த்துவோம். അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? അപ്പം ഞങ്ങൾ മൊത്തം ഒരു പാരമ്പര്യം തന്നെ വന്ന് ആ സിനിമ കണ്ടിട്ട് വാഴ്ത്തും എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഒരാൾ തൻ്റെ മോന് പ്രിയമുടൻ വിജയ് എന്ന് പേര് വെച്ച് പറഞ്ഞില്ല. അദ്ദേഹം പ്രായമായ ആളാണ്, ഇദ്ദേഹവും പ്രായമായ ആളാണ്. അപ്പോൾ പ്രായമായവരടക്കം ഒരുപാട് പേര് വിജയ്ക്ക് ആരാധകരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ಫಿಲಮ್ ಇಂಡಸ್ಟ್ರಿಯಲ್ಲೇ ಆಗಲಿ ರಾಜಕೀಯಲ್ಲೇ ಆಗಲಿ ಲಯನ್ ಈಸ್ ಆಲ್ವೇಸ್ ಎ ಲಯನ್. അത് ശരിയാണ്, ലയൻ ഈസ് ആൾവേസ് എ ലയൻ. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞവരെ ഒക്കെ വിജയ് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ഫാൻസ് അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ഫാൻസുകളെയൊക്കെ വിജയ് അറിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അതിലെ ലീഡ് ചെയ്യുന്ന നേതാക്കന്മാരെയൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. പക്ഷേ ഓരോ പ്രേക്ഷകൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിജയ്. അദ്ദേഹം സ്വയം നേടിയെടുത്ത സാമ്രാജ്യമാണത്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അദ്ദേഹം നല്ല ഡാൻസറാണ്, നല്ലൊരു ഫൈറ്ററാണ്, അതേപോലെ നല്ലൊരു നടനാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം നേടിയെടുത്തതാണത്. പക്ഷേ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് നിൽക്കുകയാണ് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം നല്ലൊരു വിഷയത്തിലേക്ക് കടക്കാനുള്ള ഒരു ചിന്തയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.